എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈഗ റീജിയനെ പറ്റിയിട്ടാണ്. ടൈഗ റീജിയൻ എവിടെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കോൾഡ് റീജിയൻ. നോക്കൂ, നമ്മൾ ഇത്രയും പറഞ്ഞിരുന്നത് മോഡറേറ്റ് ഒക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൾഡ് റീജിയൻ. കംപ്ലീറ്റ് ആയിട്ട് കോൾഡ് റീജിയൻ എന്ന് പറയുന്നില്ല, കുറച്ച് മോഡറേറ്റിലും കിടക്കുന്നുണ്ട്. അധികവും എവിടേക്കാണ് കുറച്ചും കൂടെ കിടക്കുന്നത്? കോൾഡ് റീജിയനിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ കോൾഡ് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് 55 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മുടെ 66.5 കടന്നു. അതായത് ഈ മോഡറേറ്റ് റീജിയനും കടന്നുപോയി, എന്നാൽ കുറച്ച് ഭാഗം മോഡറേറ്റ് റീജിയനിലുണ്ട്. അപ്പോൾ 55 ഡിഗ്രിക്കും 70 ഡിഗ്രിക്കും ഇടയിലാണ്. ഇനി വേറൊരു പ്രത്യേകത ശ്രദ്ധിച്ചോ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ, സദേൺ ഹെമിസ്ഫിയറിലില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ക്ലൈമാറ്റിക് റീജിയൻസും നമ്മൾ 2 ഹെമിസ്ഫിയറിലും ചേർത്ത് പറയുമായിരുന്നു ഇപ്പോൾ പറഞ്ഞതിലൊക്കെ. എന്നാൽ ടൈഗ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ. എന്താണ് ടൈഗയുടെ പ്രത്യേകതകൾ? ഒരു പ്രത്യേകത നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ ഉള്ളൂ. കോൾഡ് റീജിയനാണ്, തണുപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു. ഷോർട്ട് സമ്മേഴ്സും ലോങ് വിൻ്റേഴ്സുമാണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു കോൾഡ് റീജിയൻ ആണ്, അപ്പോൾ ചെറിയ വേനൽക്കാലങ്ങളും വലിയ, അതായത് നീളമുള്ള ഒരുപാട് കാലം എന്തായിരിക്കും? അധികവും വിൻ്റേഴ്സ് ആയിരിക്കും, തണുപ്പ് കാലങ്ങളായിരിക്കും. സമ്മർ ടെമ്പറേച്ചർ ഈസ് ഫ്രം 15 ഡിഗ്രി സെൽഷ്യസ് ടു 20 ഡിഗ്രി സെൽഷ്യസ്, വൈൽ വിൻ്റർ ടെമ്പറേച്ചർ ഡ്രോപ്സ് അപ് ടു -30 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസ്. നോക്കൂ, സമ്മറിൽ ആകെ കുറച്ച് സമ്മർ കിട്ടാറുള്ളൂ. ആ സമ്മറിൽ എത്രയാണ് പരമാവധി ടെമ്പറേച്ചർ വരാറുള്ളത്? 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെയാണ് സമ്മറിൽ സമ്മർ ടെമ്പറേച്ചർ വരാറുള്ളത്. എന്നാൽ വിൻ്റർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -13 ഡിഗ്രി സെൽഷ്യസ് ടു -25 ഡിഗ്രി സെൽഷ്യസ്. അത്രയും താഴോട്ടേക്കാണ് തണുപ്പ് പോവുക. ദിസ് റീജിയൻ റിസീവ്സ് ആൻ ആനുവൽ റെയിൻഫോൾ ഓഫ് 50 സെൻറ്റിമീറ്റർ ടു 70 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയാണ് മഴ ലഭിക്കാറുള്ളത്? 50 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെയാണ് ആനുവൽ റെയിൻഫോൾ ലഭിക്കാറുള്ളത്. ആനുവൽ റെയിൻഫോൾ 50 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെയാണ് കിട്ടാറുള്ളത്. ഇൻ വിൻ്റർ പ്രസിപ്പിറ്റേഷൻ ഈസ് ഇൻ ദ ഫോം ഓഫ് സ്നോഫോൾ. നമുക്ക് ഓൾറെഡി അറിയാം ഇതൊരു കോൾഡ് റീജിയൻ ആണ് എന്ന്. അപ്പോൾ അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ ഫോം എന്തായിരിക്കും? റെയിൻഫോൾ ആയിരിക്കുമോ? റെയിൻഫോൾ അല്ല, പകരം എന്താണ് അവിടുത്തെ പ്രസിപ്പിറ്റേഷൻ അധികവും? ഇവിടെ വിൻ്ററിൽ അധികം ഉണ്ടാകാറുള്ളത്, വിൻ്ററിൽ മഴയൊന്നുമല്ല പെയ്യാറുള്ളത്, പകരം സ്നോഫോളാണ് പ്രസിപ്പിറ്റേഷനായിട്ട്. പ്രസിപ്പിറ്റേഷനൊക്കെ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ്. സ്നോഫോൾ ആയിരിക്കും, മഞ്ഞ് വീഴ്ചയായിരിക്കും ഉണ്ടായിരിക്കുക. ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ആബ്സെൻറ്റ് ഇൻ ഹൈ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് സദേൺ ഹെമിസ്ഫിയർ ബിക്കോസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് മാസ് ഈസ് ജനറലി ലെസ്. എന്തുകൊണ്ടാണ് ടൈഗ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമാണ് ഉള്ളതെന്ന് പറഞ്ഞത്? സദേൺ ഹെമിസ്ഫിയറിലെ ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ ഇത് എന്തുകൊണ്ട് കാണുന്നില്ല അല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ മാത്രമാണ്. ഹൈ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 0 to 30 ഡിഗ്രി വരെ ലോവർ ലാറ്റിറ്റ്യൂഡ്സ്, പിന്നെ നമ്മളൊരു 66 വരെയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ്, അതിനുശേഷം അങ്ങോട്ടേക്ക് ഹൈ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. ഇപ്പോൾ ഇത് ഹൈ ലാറ്റിറ്റ്യൂഡ്സിലാണ് ടൈഗ വരുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിലെ ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ. പക്ഷേ അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമാണ് ഉള്ളത്. എന്തുകൊണ്ട് ഈ പറയുന്ന സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് കാണുന്നില്ല? ടൈഗ കാണുന്നില്ല. സദേൺ ഹെമിസ്ഫിയറിലെ ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സദേൺ ഹെമിസ്ഫിയർ ബിക്കോസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് മാസസ് ഈസ് ജനറലി ലെസ്. സദേൺ ഹെമിസ്ഫിയറിൽ അധികവും എന്താണ്? കടലാണ്, അതായത് ഓഷ്യൻ സർഫേസുകളാണ്, ലാൻഡ് മാസ് ഇല്ല. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഈ ഹൈ ലാറ്റിറ്റ്യൂഡ്സിലേക്ക് പോകുമ്പോൾ ലാൻഡ് മാസുകളുള്ളൂ, കരഭാഗങ്ങളുള്ളൂ. സദേൺ ഹെമിസ്ഫിയറിൽ ഒരു ഏകദേശം കുറച്ച് ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു മിഡിൽ ലാറ്റിറ്റ്യൂഡ്സ് തൊട്ടിട്ട് തന്നെ പിന്നെ എന്താണ്? അധികവും ഓഷ്യൻസാണ്. അപ്പോൾ ഓഷ്യൻസിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് അതില്ലാത്തത് എന്ന് നമ്മൾ പറയുന്നത്. ദിസ് റീജിയൻ ഈസ് ഡോമിനേറ്റഡ് ബൈ സബ് ആർട്ടിക് കോണിഫറസ് എവർഗ്രീൻ ട്രീസ്. നമ്മൾ ശരിക്ക് ഇതിനെ സബ് ആർട്ടിക് റീജിയൻ എന്നും വിളിക്കുക. കാര്യം ഏകദേശം ആർട്ടിക്കിനോട് ചേർന്ന് കിടക്കുകയുള്ളൂ. 90 ഡിഗ്രി നോർത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്? 90 ഡിഗ്രി നോർത്തിനെയാണ് നമ്മൾ ആർട്ടിക് എന്ന് വിളിക്കാറുള്ളത്. 90 ഡിഗ്രി സൗത്തിനെ നമ്മൾ അന്റാർട്ടിക് എന്ന് വിളിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടെ ആർട്ടിക്കിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിതിനെ സബ് ആർട്ടിക് എന്നും വിളിക്കാം. അപ്പോൾ ഈ സബ് ആർട്ടിക്കിലായതുകൊണ്ട് തന്നെ ഇവിടെ ഈ സബ് ആർട്ടിക്കിലുള്ള കോണിഫറസ് എവർഗ്രീൻ ട്രീസാണ്. അതായത് കോണിഫറസ് എവർഗ്രീൻ ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അധികം ബ്രാഞ്ചസുകളൊന്നുമില്ലാതെ
നല്ല ഉയരത്തിൽ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലായിരിക്കും അതിൻ്റെ ഒരു ഹെഡ് വരുന്നത്, മരങ്ങളുടെ ഹെഡ് വരുന്നത് ഒരു കോൺ ഷേപ്പിലായിരിക്കും. ഇങ്ങനെയുള്ള കോണിഫറസ് എവർഗ്രീൻ, എപ്പോഴും പച്ചപ്പോട് കൂടി നിൽക്കുന്ന കോണിഫറസ് എവർഗ്രീൻ ട്രീസാണ്, സബ് ആർട്ടിക്കിൽ കാണപ്പെടുന്ന കോണിഫറസ് എവർഗ്രീൻ ട്രീസാണ് ഈ ഏരിയയിലും അധികവും ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ ടൈഗ എന്ന പേര്, ഇതിന് സബ് ആർട്ടിക് എന്നുള്ള പേര് വിളിക്കാതെ നമ്മൾ ടൈഗ എന്ന ഈ ക്ലൈമാറ്റിക് റീജിയനെ പേര് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൈഗ ഈസ് ദ റഷ്യൻ വേർഡ് ഫോർ കോണിഫറസ് ട്രീസ്. ഈ കോണിഫറസ് ട്രീസിനെ നമ്മൾ റഷ്യൻ ഭാഷയിൽ പറയാറുള്ളത്, കോണിഫറസ് ട്രീസിനെ നമ്മൾ റഷ്യൻ ഭാഷയിൽ പറയാറുള്ളത് ടൈഗ എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ എന്ത് ചെയ്തിട്ടുള്ളത്, ദിസ് റീജിയൻ ഈസ് നെയിംഡ് ആസ് ടൈഗ ബിക്കോസ് ഓഫ് ദ അബൻഡൻസ് ഓഫ് സച്ച് കോണിഫറസ് ട്രീസ്. ഈ ഏരിയയിൽ അധികവും എന്താണ്, കോണിഫറസ് ട്രീസ് ആണ്. അപ്പോൾ കോണിഫറസ് ട്രീസ് ആണല്ലോ ഇവിടെ അധികം ഉള്ളത്, അതിനെ റഷ്യൻ ഭാഷയിൽ ടൈഗ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിച്ചു, ഈ ക്ലൈമാറ്റിക് റീജിയൻസിനെ നമ്മൾ ടൈഗ റീജിയൻ എന്ന് വിളിച്ചു. അബൻഡൻസ് ഓഫ് ഒരുപാട് എന്തുണ്ട്, കോണിഫറസ് ട്രീസ് ഇവിടെ ഉണ്ട്. ഇനി എന്തുകൊണ്ടാണ് റഷ്യൻ ഭാഷയിൽ ഈ ടൈഗ എന്ന് വിളിച്ചപ്പോൾ, റഷ്യൻ്റെ ഭാഷ മാത്രമല്ലാതെ വേറെയും ഭാഷകളില്ലേ, എന്തുകൊണ്ട് റഷ്യൻ പേര് മാത്രം ചൂസ് ചെയ്തു? നിങ്ങൾ ഈ മാപ്പ് ഒന്ന് നോക്കൂ. ഈ യൂറോപ്പിലും ഏഷ്യയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന രാജ്യമാണ് ഏതെന്ന് പറയുന്നത്, റഷ്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്, ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. മാത്രമല്ല അത് 2 കോണ്ടിനെൻറ്റുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു, ഏഷ്യയിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്, യൂറോപ്പിലും. ഈ റഷ്യയുടെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഇവിടെയും കാണാം കേട്ടോ, ഇവിടെ മാത്രമല്ല ഇവിടെയും കാര്യം ഭൂമി പരന്നിട്ടല്ല, ഭൂമി ഉരുണ്ടിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം എവിടെയുണ്ട്, ഈ പറയുന്ന ഭാഗത്തുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇതും റഷ്യയുടെ ഭാഗമാണ്, ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ റഷ്യയുടെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന റഷ്യയാണ് മെയിൻ. പിന്നെ റഷ്യ കൂടാതെ വേറെ രാജ്യങ്ങളുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ റഷ്യയല്ലേ ഉള്ളത്, അതുകൊണ്ട് റഷ്യൻ ഭാഷയിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഈ കോണിഫറസ് ട്രീസിനെ ടൈഗ എന്ന് വിളിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ സാവന്ന, ആഫ്രിക്കയിലുള്ളതിനെ ഗ്രാസ് ലാൻഡ്സിനെ നമ്മൾ സാവന്ന എന്ന് വിളിച്ചിട്ട് അതെല്ലാം കൂടി ചേർത്തിട്ട് മൊത്തത്തിൽ സാവന്ന എന്ന് വിളിച്ചില്ല, അതുപോലെ കോണിഫറസ് ട്രീസ് സച്ച് ആസ് പൈൻ, ഫിർ ആൻഡ് സ്പ്രൂസ് ആർ ദ മെയിൻ വെജിറ്റേഷൻ ടൈപ്സ്. അപ്പോൾ ഏതൊക്കെ കോണിഫറസ് ട്രീസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്? പൈൻ, ഫിർ, സ്പ്രൂസ് തുടങ്ങിയിട്ടുള്ള കോണിഫറസ് ട്രീസ് ആണ് ഇവിടെ കാണപ്പെടുന്ന വെജിറ്റേഷൻസ്, സസ്യജാലങ്ങൾ. മോസ്റ്റ് ഓഫ് ദ ക്രോപ്സ് കനോട്ട് ബി ഗ്രോൺ ഇൻ സബ് ആർട്ടിക് ക്ലൈമറ്റ്സ്, ഹെൻസ് ദ കൾട്ടിവേഷൻ ഈസ് വെരി ലെസ് ഇൻ ദിസ് റീജിയൻ. നമുക്കറിയാം അധികവും തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ കോണിഫറസ് ട്രീസ് അല്ലാതെ ഈ സബ് ആർട്ടിക് ക്ലൈമറ്റുകളിൽ, സബ് ആർട്ടിക് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഈ സബ് ആർട്ടിക് ക്ലൈമറ്റ്സ് അല്ലെങ്കിൽ ഈ ടൈഗ റീജിയനിലൊന്നും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റാറില്ല, നമുക്ക് അധികം കൾട്ടിവേഷൻ സാധിക്കാറില്ല. അപ്പോൾ കൾട്ടിവേഷൻ വളരെ ലെസ്സാണ്, വളരെ കുറവാണ്, വെരി ലെസ്, വളരെ കുറച്ച് മാത്രമാണ് ഇവിടെ കൃഷിയുള്ളൂ. ഇനി പകരം ഇവിടെ എന്താണ് ഒരു യുണീക്ക് പോയിൻ്റ്, ഇതാ ലൂംബറിങ് ആൻഡ് വൂൾ ഇൻഡസ്ട്രി ആർ ദ മെയിൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇവിടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രികൾ, വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റീസ്, മെയിനായിട്ട് ഇവിടുത്തെ വലിയ വലിയ കമ്പനികളൊക്കെ പൈസ ഉണ്ടാക്കുന്നത് ലൂംബറിങ്ങും വൂൾ ഇൻഡസ്ട്രിയും വഴിയാണ്. എന്താ ലൂംബറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലൂംബറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം വെട്ടുന്നതാണ്. അതായത് ഇവിടങ്ങളിൽ കുറേ കോണിഫറസ് ട്രീസ് ഉണ്ടല്ലോ, ഈ കോണിഫറസ് ട്രീസിനെ വെട്ടിയിട്ട് വലിയ വലിയ മെഷീനുകൾ ഉപയോഗിച്ച് വെട്ടി അതിനെ സൈസാക്കി പീസാക്കി ഈ ഫർണിച്ചറുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് വലിയ അളവിൽ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മാസീവായിട്ട് വലിയ വലിയ ലോറികളിൽ, എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ലോറികളിൽ ഇത് വെട്ടി ഇത് കൊടുത്തു വിടുകയാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഈ കോണിഫറസ് ട്രീസിനെ വെട്ടി കൊണ്ടുപോവുക, അല്ലെങ്കിൽ വെട്ടുന്ന ഒരു എന്താണ് പറയുക, ഇതൊക്കെ ഇൻഡിവിജ്വൽ ആൾക്കാരല്ല കേട്ടോ, ഇതൊക്കെ ഈ വലിയ വലിയ കമ്പനികൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ലൂംബറിങ് ആണ് മെയിനായിട്ടുള്ള പരിപാടി. അതുപോലെ തന്നെ വൂൾ ഇൻഡസ്ട്രി അറിയാലോ, ഈ പറയുന്ന നമ്മൾ വൂൾ എടുക്കുക, അതായത് നമ്മൾ ഈ കമ്പിളി പരിപാടികളൊക്കെ ഉണ്ടല്ലോ, കമ്പിളി പോലത്തെ വസ്ത്രങ്ങളൊക്കെ തണുപ്പിനൊക്കെ ഇടുന്ന കാര്യമുണ്ടല്ലോ, അത് ഒക്കെ ആണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, കമ്പിളി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികളും ഇവിടെയുണ്ട്. ഈ ലൂംബറിങ് ഇൻഡസ്ട്രി ഈസ് വെരി പോപ്പുലർ ഇൻ കനേഡിയൻ ടൈഗ റീജിയൻ. ഈ കനേഡിയൻ ടൈഗ റീജിയൻ, കാനഡയിലും ഈ ടൈഗ റീജിയൻ ഉണ്ട്, നമ്മൾ നേരത്തെ ഇവിടെ കണ്ടല്ലോ. ഇതിൽ കുറച്ച് ഭാഗങ്ങൾ നോർത്ത് അമേരിക്കയുടെ കുറച്ച് ഭാഗങ്ങൾ കാനഡയുമായി റിലേറ്റഡ് ചെയ്തു, റഷ്യയുടെ കുറച്ച് ഭാഗം കഴിഞ്ഞാൽ കാനഡയാണ്. അപ്പോൾ കാനഡയുടെ ഭാഗങ്ങളിൽ ഈ പറയുന്ന ലൂംബറിങ് ഇൻഡസ്ട്രി വളരെ പോപ്പുലറാണ്, ലോകത്ത് തന്നെ വളരെ പോപ്പുലറാണ്. വലിയ വലിയ ഇത്തരത്തിലുള്ള മരങ്ങൾ എന്ത് ചെയ്യാണ്, കൊണ്ടുപോവുകയാണ് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടൈഗയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ലാസ്റ്റ് ഇവിടുത്തെ കുറച്ച് പോയിന്റുകളൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആസ് വി മൂവ് ഫ്രം ടൈഗ റീജിയൻ ടു ദ പോളാർ റീജിയൻ, ദ ഹൈറ്റ് ഓഫ് ദ വെജിറ്റേഷൻ ഡിക്രീസസ് ആൻഡ് ബിക്കംസ് സ്പേഴ്സ് ആൻഡ് ലെസ് ഇൻ നമ്പർ. അതായത് ടൈഗർ റീജിയനിൽ നിന്ന് നമ്മളിങ്ങനെ പോളാർ റീജിയനിലോട്ടേക്ക് പോകുമ്പോൾ, അതായത് ഇങ്ങനെ ടൈഗർ റീജിയൻ ഇവിടെയാണല്ലോ അല്ലേ, അപ്പോൾ ടൈഗർ റീജിയനിൽ നമ്മൾ 90 ഡിഗ്രി ഭാഗത്തോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ, ഇവിടങ്ങളിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഈ വെജിറ്റേഷൻസിൻ്റെ ഹൈറ്റ്, ഈ മരങ്ങളുടെയൊക്കെ ഹൈറ്റ് കുറഞ്ഞു വരുന്നതായിട്ട്, ഡിക്രീസ് ചെയ്തു വരുന്നതായിട്ട് കാണാം. അങ്ങനെ ബിക്കം സ്പേഴ്സ് ആൻഡ് ലെസ് ഇൻ നമ്പർ. അങ്ങനെ അത് പോയിട്ട് അതെന്തായിരിക്കും, അത് വളരെയധികം എണ്ണത്തിൽ കുറയുമെന്നാണ് പറയുന്നത്. കാര്യം എന്താ, അങ്ങോട്ടേക്ക് പോകുന്തോറും എന്താണ്, തണുപ്പ് കൂടി കൂടി വരും. പിന്നെ മരങ്ങൾക്കോ മറ്റ് വെജിറ്റേഷൻസിനോ വളരാനുള്ളൊരു സാഹചര്യമില്ല. തീരെ ടെമ്പറേച്ചർ ഉണ്ടാവില്ല. ഒട്ടും ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ ഇവ എങ്ങനെയാണ് വളരുക? കുറച്ചെങ്കിലും ടെമ്പറേച്ചർ വേണ്ടേ? കുറച്ചെങ്കിലും ടെമ്പറേച്ചർ കിട്ടുന്നതുകൊണ്ടാണ് ഈ കോണിഫറസ് ട്രീസ് ഒക്കെ വളരുന്നത്. ഓൺലി ഫ്രിജിഡ് വെജിറ്റേഷൻ സച്ച് ആസ് ഷ്രബ്സ് ആൻഡ് മോസസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ റീജിയൻസ് ക്ലോസ് ടു ദ പോൾസ്. അപ്പോൾ പോളാർ റീജിയനിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക, അവിടെ ഫ്രിജിഡ് വെജിറ്റേഷൻസ് ആണ് കാണാൻ വേണ്ടി പറ്റുക. അത് തണുത്തുറഞ്ഞ, വളരെ തണുത്തുറഞ്ഞ ക്ലൈമറ്റിലുണ്ടാകുന്ന തണുപ്പിൽ, അതിഭയങ്കരമായ തണുപ്പിൽ ഉണ്ടാകുന്ന വെജിറ്റേഷൻസ് മാത്രമാണ്. അത് ഏതൊക്കെയാണ്? ഷ്രബ്സുകളും മോസസുകളുമാണ്. അതായത് ചെറിയ ചെറിയ എന്താ പറയുക, പായൽ. മോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായൽ. ഈ ഷ്രബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുറ്റിച്ചെടികൾ പോലെയുള്ള, നമുക്ക് അധികം ഈ ഇത്തരത്തിലുള്ള കുറ്റിച്ചെടികൾ പോലെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാറുള്ളത്, ഷ്രബ്സ് എന്ന് വിളിക്കാറുള്ളത്. അപ്പം ഷ്രബ്സുകളും അതുപോലെ തന്നെ ഈ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറ്റിച്ചെടികളല്ല കേട്ടോ, ഈ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി ഷ്രബ്സ് എന്താണെന്നുള്ളത്. മോസസ് എന്ന് പറഞ്ഞാൽ പായലുകൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പോളാർ റീജിയനുകൾ കാണാൻ വേണ്ടി പറ്റുക. അതിന് വളരെ തണുപ്പാണ് അതിനാവശ്യം, തീരെ എന്ത് വേണ്ട, ചൂട് വേണ്ട. ഇനി നമുക്കൊരു റീജിയൻ കൂടിയേ പഠിക്കാനുള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.